പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാർ, ഞങ്ങളെ വീക്ഷിക്കുന്ന ഇന്നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, എല്ലാവർക്കും പാർട്ടിയുടെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ജനുവരി 26 നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായ ദിവസമാണ്. അതായത് രാജ്യത്തിന് ഒരു ഭരണഘടന നിലവിൽ വന്ന് നീണ്ട 75 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലം തലങ്ങളിലും നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ഭീമറാവു അംബേദ്കറിന്റെ നാമധേയത്തിൽ അംബേദ്കർ സ്ക്വയറുകൾ നിയോജകമണ്ഡലം തലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണിത്. ഈ പരിപാടിയുടെ ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ രാജ്യം അതിന്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയുടെ നാമധേയത്തിൽ SDPI ഇത്തരത്തിലുള്ള പരിപാടികളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിപ്പമുള്ള ദീർഘമേറിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്നുള്ളത്. രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത്. അവിഭക്ത ഇന്ത്യയിൽ 1934 നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന വേണമെന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. പ്രഗത്ഭ ചിന്തകനും രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള MN റോയ് ആണ് അത്തരത്തിലുള്ള ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നേതാവ്. ഒന്നാം ലോകമഹായുദ്ധം നടന്നു കഴിഞ്ഞു. ലോകം മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നടന്ന് അടുക്കുന്ന ഒരു സന്ദർഭത്തിൽ, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ എത്തിപ്പെടുമെന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബ്രിട്ടന്റെ കോളനിയായിട്ടുള്ള ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണഘടന വേണമെന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ട് വന്നപ്പോൾ
ജർമ്മനിയുടെയും ഇറ്റലിയുടെയും നേതൃത്വത്തിൽ, ജപ്പാന്റെയും നേതൃത്വത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകത്തിന്റെ രാഷ്ട്രീയ ക്രമത്തിൽ വലിയൊരു പങ്കാളിത്തം മുന്നോട്ട് വെച്ചുകൊണ്ട് ജർമ്മനിയും ഇറ്റലിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ സ്വാധീനത്തിനു വേണ്ടിയിട്ട് ബ്രിട്ടന്റെ കോളനിയായ ഇന്ത്യയുടെ ഒരു പങ്കാളിത്തം ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടാവണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ആവിഭവം, മനുഷ്യവിഭവം ബ്രിട്ടന് വേണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സ്വതന്ത്രമായ ഒരു ഭരണഘടന, രാജ്യത്തിനൊരു ഭരണഘടന ആവശ്യമുണ്ട് എന്നുള്ള ആവശ്യത്തിന് ബ്രിട്ടൻ സമ്മതം മൂളുകയാണ്. 1946 അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി രൂപീകരിക്കുകയും രാജ്യത്തിന് ഒരു നിയമനിർമ്മാണ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയുണ്ടായി. ആ ഭരണഘടനാ രൂപീകരണ നിർമ്മാണ സഭ രൂപീകരിച്ച സമയത്ത് ഇന്ത്യയിൽ പ്രഗത്ഭരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം പൊതുവെ ഉയർന്നപ്പോൾ അതിനുവേണ്ടി ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഉണ്ടാകുകയും ചെയ്തപ്പോൾ ആരായിരിക്കും ആ ഭരണഘടനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഇന്ത്യയിൽ അധസ്ഥിതനായ, ഇന്ത്യയിൽ പിന്നോക്കക്കാരനായ, ഇന്ത്യയിലെ ദളിതനായ ഡോക്ടർ ഭീമാറാവു അംബേദ്കറുടെ പേരാണ് രാജ്യത്തിന്റെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് വന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയണം, അംബേദ്കറെ പോലെയുള്ള രാജ്യത്തെ ഭീഷണാശാലികളായിട്ടുള്ള അവിഭക്ത ഇന്ത്യയിലെ ലോകം കണ്ട ഏറ്റവും ഭീഷണാശാലിയായിട്ടുള്ള, ഏറ്റവും ബുദ്ധിപരമായ ഭൗതിക ചിന്തയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഡോക്ടർ ഭീമറാവു അംബേദ്കർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്. ആ രാഷ്ട്രീയ നേതാവാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചെയർമാനായി അധികാരത്തിൽ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി, ഭരണഘടനയുടെ ഒരു കരട് ഉണ്ടാക്കി. ആ കരട് ആ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചർച്ചയിൽ മേശപ്പുറത്ത് വന്നു. നിയമനിർമ്മാണ സഭ ചർച്ച ചെയ്തു. അങ്ങനെ 1947 രാജ്യം സ്വതന്ത്രമായി. 1949 ഇത്തരത്തിലുള്ള ഡ്രാഫ്റ്റ് കമ്മിറ്റി ഈ ഭരണഘടനയുടെ ചെയർമാനായിട്ടുള്ള അംബേദ്കറിന്റെ നേതൃത്വത്തിൽ മേശപ്പുറത്ത് വെക്കുകയും 8 മാസത്തോളം ജനങ്ങളുടെ അഭിപ്രായത്തിൽ ആ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ ചർച്ച നടക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 1950 ജനുവരി 26 രാജ്യത്ത് സ്വതന്ത്രമായ ഒരു ഭരണഘടന രാജ്യത്തിന് നിലവിൽ വന്നു എന്നുള്ളതാണ് ഭരണഘടനയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഭരണഘടനയിൽ എന്താണ് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എന്താണ് പറയുന്നത്? ഞാനതിന്റെ ആമുഖമൊന്ന് വായിക്കാം. ഭരണഘടനയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന്റെ ആമുഖം, രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൽ ഈ 26 ദിവസം, 1950 ജനുവരി 26 ദിവസം
ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൃത്യമായിട്ട് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജാതി വർഗ മതഭേദമെന്നേ ലിംഗഭേദമെന്നേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സ്ഥിതിസമത്വമായ തുല്യതയിലുള്ള ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം നിലനിൽക്കണമെന്നുള്ള ഉത്തമമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ലക്ഷ്യമാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ നേരത്തെ ഉദ്ഘാടന പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ഇന്ന് ഈ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ടാണ് രാജ്യത്ത് ഭരിക്കുന്ന ഇന്ത്യയിലെ സവർണ പക്ഷമായ RSSന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ നേതൃത്വത്തില് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വില പോലും നൽകാത്ത രീതിയിൽ പിച്ചിച്ചീതുന്ന അതിന്റെ മൗലിക അവകാശങ്ങളെ മൗലിക തത്വങ്ങളെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യതയെ അധിഷ്ഠിതമായിട്ടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന നമ്മുടെ ഈ ഭരണഘടനയ്ക്ക് വില പോലും നൽകാത്ത രീതിയിൽ RSS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് അംബേദ്കറുടെ പ്രസക്തി, ഇവിടെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട. അതാണ് ഇന്ത്യയുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന കാലിക പ്രസക്തമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള പരിപാടികൾ, പ്രതിഷേധ സംഗമങ്ങൾ, ഓർമ്മപ്പെടുത്തലുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വെറുമൊരു കടലാസ് പുസ്തകത്തിൽ വെറുമൊരു പേപ്പറിൽ ആലേഖനം ചെയ്യപ്പെട്ട വാക്കുകളല്ല. അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള അവകാശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞു ഇവിടെ RSS എന്തുകൊണ്ടാണ് ഈ ഭരണഘടനയെ അംഗീകരിക്കാത്തത് എന്ന്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് 2014 ആദ്യമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. തൊട്ടടുത്ത വർഷം 2015 ജനുവരി 26 ഇതേപോലെ ഒരു ദിവസം റിപ്പബ്ലിക് ദിവസത്തില് രാജ്യത്തിന്റെ ഇൻഫർമേഷൻ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം, റിപ്പബ്ലിക് ആശംസ അറിയിച്ചുകൊണ്ട് ഒരു പരസ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ നിന്ന് മതേതരത്വം, സോഷ്യലിസവും സെക്യുലറിസവും എല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നരേന്ദ്രമോദിയുടെ ഒന്നാമത്തെ ഗവൺമെന്റ് തന്നെ അതിന്റെ ആദ്യ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതാണ്. രാജ്യത്ത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസം ഇന്ത്യയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ RSS മുന്നോട്ട് വെക്കുന്ന ഹൈന്ദവതയിൽ, അതായത് ഹിന്ദുത്വതയില് മനുസ്മൃതി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണത്തിലേക്കാണ് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള അവകാശം നൽകിയത്. ഇന്ത്യയിലെ ഹിന്ദുജന സമൂഹം ഒരുപാട് തട്ടുകളായി, ഒരുപാട് വർണ്ണങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് ആര്യന്മാരായിട്ടുള്ള ആളുകൾ, ബ്രാഹ്മണന്മാർ അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട്, അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ഹിന്ദുക്കളെ 4 വർണ്ണങ്ങളായി തിരിച്ചുകൊണ്ട് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും തിരിച്ച് ഈ 4 വിഭാഗത്തിൽ പെടുന്ന ആളുകൾ മാത്രമാണ് ഇന്ത്യയിലെ ഹിന്ദു വിഭാഗമെന്ന് വർണ്ണാശ്രമത്തിനു വേണ്ടിയിട്ട് വാദിക്കുന്ന RSSകാർ പറയുകയും ആ തലത്തിൽ തൊട്ടുകൂടായ്മയും ഉച്ചനീചത്വങ്ങളും വീണ്ടും ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാര ശക്തികള് രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഇല്ലാതാക്കി വർണ്ണാശ്രമ ധർമ്മത്തിലേക്ക്, മനുസ്മൃതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ പുറകോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഇവിടെയാണ് ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അത് RSSന്റെ സംഭാവനയല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ എതിർത്തവരാണ് RSSകാർ.
ബ്രിട്ടനെതിരെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളില് രാജ്യത്തിലെ ഹിന്ദുക്കളും രാജ്യത്തിലെ മുസൽമാനും രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആബാലവൃദ്ധം ജനങ്ങളും സ്വതന്ത്ര സമര പോരാട്ടങ്ങളില് ബ്രിട്ടനെതിരെ പടപെടുന്ന സമയത്ത് RSSകാരുടെ നേതാക്കന്മാർ ബ്രിട്ടനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഭരണഘടനയുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, RSSൽ നിന്ന് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടും രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അവർക്ക് ആ നേരത്തെ പറഞ്ഞ ഉച്ചനീചത്വങ്ങൾ തിരിച്ചുവിടണം. ഹൈന്ദവ സമൂഹത്തെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാകും 2025 RSSന് 100 വർഷമാണ്. അതായത് RSS രൂപീകരിച്ച് 100 വർഷമായിക്കൊണ്ടിരിക്കുന്നു. 2025 വരുമ്പോ ഇന്ത്യയില് ജനാധിപത്യ രാഷ്ട്രം മാറി ഹിന്ദു രാഷ്ട്രം വരുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ, അന്തസ്സോടുകൂടി ജീവിക്കാൻ ഹിന്ദുത്വ രാഷ്ട്രം ഞങ്ങൾക്ക് പ്രേരകമാകുമെന്ന് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം മാത്രമാണ് നിങ്ങൾ ഹിന്ദു വിഭാഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. രാജ്യത്ത് ഈ ഭരണഘടന മാറ്റി RSSന്റെ നേതൃത്വത്തിലുള്ള മനുനിയമം മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്ത് നിലവിൽ വരുന്നത് എങ്കിൽ ഒരു സംശയം വേണ്ട, RSSകാരൻ ആദ്യം തേടി വരുന്നത് നിങ്ങളുടെ ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്റെ, ഈ രാജ്യത്തെ ദളിതന്റെ, ഈ രാജ്യത്തെ ആദിവാസിയുടെ, ഈ രാജ്യത്തെ പട്ടികവർഗക്കാരന്റെ, ഈ രാജ്യത്തെ പട്ടിക വിഭാഗക്കാരന്റെ വീടുകളിലേക്കായിരിക്കും. ഒരു സംശയമില്ല, നിങ്ങളെ വീണ്ടും ചാതുർവർണ്ണത്തിലേക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ RSSന്റെ ജനവിരുദ്ധ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള BJPയുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഒരുപാട് ജനവിരുദ്ധ നിയമങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തച്ചുതകർത്തുകൊണ്ട് ഈ രാജ്യത്ത് ജനവിരുദ്ധമായ നിയമങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ല് വളരെ തിടുക്കത്തോട് കൂടിയിട്ട് RSSന്റെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിൽ അത് പാസാക്കാൻ പോവുകയാണ്. നേരത്തെ ഇവിടെ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം അത് വീണ്ടും ഇന്ത്യ രാജ്യത്ത് പാസാക്കുവാൻ പോവുകയാണ്. എന്തിനേറെ പറയുന്നു, യൂണിഫോം ഏക സിവിൽ കോഡ് യൂണിഫോം ഏകീകൃത നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നു. അങ്ങനെ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് പതിയെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ RSS അതിന്റെ എല്ലാവിധ ശ്രമങ്ങളുമായിട്ട്, എല്ലാവിധ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തില് രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന തച്ചുതകർക്കുവാൻ, ഈ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം ഇന്ത്യയിലെ നിയമങ്ങളെ, ഇന്ത്യയിലെ ഭരണഘടനയെ അതനുസരിക്കുവാൻ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കുമുണ്ട്. ആ ഭരണഘടന ഇന്ത്യയിൽ എന്ന് അവസാനിക്കുന്നുവോ ആ ഭരണഘടന ഇന്ത്യയിൽ നിന്ന് എന്നെടുത്തു കളഞ്ഞ് RSSന്റെ നേതൃത്വത്തിലുള്ള മനുസ്മൃതി ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നുവോ ആ നിയമത്തെ അംഗീകരിക്കുവാൻ, ആ നിയമത്തിന് വാലാട്ടി പട്ടികളാകുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് മനസ്സില്ല എന്ന് പറയുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തപരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇന്ത്യ രാജ്യത്തിൽ ഇനി വരാൻ പോകുന്നത്. 2025 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ RSSന്റെ 100ാം വാർഷികം ഇന്ത്യ രാജ്യത്ത് ആഘോഷിക്കുവാൻ പോവുകയാണ്.
ആ സന്ദർഭത്തിലാണ് നമ്മുടെ ഭരണഘടനയുടെ 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഭരണഘടന ഈ രാജ്യത്ത് നിലവിൽ വന്ന് അതിന്റെ 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തില് ഒരുപാട് പേരുടെ മുഖങ്ങൾ, ഒരുപാട് മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും നൽകിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. ആ മനുഷ്യാവകാശ പ്രവർത്തകന്മാർ ഇന്ന് RSSകാരൻ ഒരുക്കിയിട്ടുള്ള ജയിലറകളിലാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അവരെ ഓർക്കാതെ ഈ റിപ്പബ്ലിക്കിന്റെ ദിനം നമുക്ക് ഓർക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യയിലെ വിചാരണ തടവുകാരായി ഈ രാജ്യത്തിന്റെ ജയിലറകളില് എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ട്, എല്ലാവിധ പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ട്, ജാമ്യം പോലും കിട്ടാതെ, വിചാരണ പോലും നടക്കാതെ, നോ ബെയിൽ നോ ട്രയൽ എന്നുള്ള രീതിയിൽ ജാമ്യമില്ല, വിചാരണവുമില്ല, ഈ രാജ്യത്തെ മരണം വരെ അവരുടെ ജീവിതം ജയിലറകളില് അടക്കണമെന്നുള്ള സംഘപരിവാരത്തിന്റെ ചുറ്റൂരങ്ങള്, ആ ചുറ്റൂരങ്ങളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിച്ചിട്ടാണോ? ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ രാജ്യത്ത് ഭീമാക്കുറങ്കാവ് എന്ന് പറയുന്നൊരു സംഭവത്തെ കുറിച്ച് നമുക്കറിയാം. ആ സംഭവത്തില് അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടി, അതുപോലത്തെ പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരില് 16 പേരെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് UAPA എന്ന് പറയുന്ന കിരാതമായിട്ടുള്ള നിയമം ചാർത്തി ജയിലടച്ചിട്ടുള്ളത്. അതില് 2 പേർ മരണത്തിന് കീഴടങ്ങി. എൻ സായിബാബയെ പോലെയുള്ള ആളുകള് 10 വർഷത്തോളം ഒരു ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലും അറിയാത്ത രീതിയിൽ 10 വർഷം എല്ലാവിധ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് 2024 അദ്ദേഹം പുറത്തിറങ്ങുകയും തൊട്ടടുത്ത ആഴ്ചകളിൽ ഈ രാജ്യത്ത് നിന്ന് അദ്ദേഹം മരണപ്പെടുന്ന ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായി. നമുക്കറിയാം, സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഒരു വൈദികനായിരുന്നു. ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട വൈദികൻ. ഭീമാക്കുറങ്കാവ് കേസിൽ UAPA ചാർത്തി എല്ലാ പൗരാവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ജയിലിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. മനുഷ്യാവകാശങ്ങളില്ല, ചികിത്സയില്ല, അവർക്ക് വിചാരണയില്ല, ഡോക്ടർമാരുടെ പരിശോധനയില്ല, എല്ലാവിധ ധ്വംസനങ്ങളും രാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സംഘപരിവാരത്തെ വിരുദ്ധമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ആ സമയം നമുക്കറിയാം. രാജ്യത്തിന്റെ ഉന്നതമായിട്ടുള്ള ബൗദ്ധിക കലാലയങ്ങളിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, ജമിയ മില്ലിയ ഉൾപ്പെടെയുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ബൗദ്ധിക കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥി സമൂഹം സമരരംഗത്ത് വന്നു. ആ സമരം ചെയ്ത ഉമർ ഖാലിദിനെ പോലെയുള്ള, അബ്ദുൽ ഇമാമിനെ പോലെയുള്ള ആളുകളെ ഇതുവരെ ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ UAPA പോലെയുള്ള മാരകമായിട്ടുള്ള നിയമങ്ങൾ ചാർത്തി ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നതമായ വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരെ എന്തിനേറെ പറയുന്നു? ഈ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായ, പ്രഥമ ദേശീയ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ പൗരാവകാശ പോരാട്ടങ്ങൾക്ക് ഉജ്ജ്വലമായിട്ടുള്ള നേതൃത്വം കൊടുത്ത പൗരാവകാശ നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ മാരകമായ അസുഖങ്ങൾക്ക് വിധേയമായി, മാരകമായിട്ടുള്ള ക്യാൻസറിന് വിധേയമായി ജയിലറയിൽ കിടന്നിട്ട് പോലും കോടതി ജാമ്യം അനുവദിക്കുന്നില്ല. വീട്ടുതലങ്ങളിൽ ആക്കിയിട്ട് പോലുമുള്ള ഉപാധികൾ വെച്ചിട്ടുള്ള ജാമ്യം പോലും ഈ രാജ്യത്തിന്റെ ഉന്നതമായിട്ടുള്ള നീതിപീഠങ്ങൾ അനുവദിക്കാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നീതിപീഠങ്ങൾ പോലും ആർക്കനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് സംശയമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്. ഭരണഘടന വെച്ചിട്ടാണ് രാജ്യത്തെ ഒരു നിയമനിർമ്മാണം, നിയമസഭ, അതായത് രാജ്യത്തൊരു കോടതി ഒരു തീരുമാനമെടുക്കേണ്ടത്. അത്തരത്തിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു തീരുമാനവും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പരമോന്നതമായിട്ടുള്ള നീതിപീഠങ്ങളിൽ നിന്ന് കാണാതെ വരുന്നത് വളരെ ആശങ്കാകുലമായിട്ടുള്ള സംഗതിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ബാബരിയുടെ വിധി നമുക്കറിയാം, ബാബരിയുടെ വിധി നമുക്കെല്ലാവർക്കും അറിയാം. ബാബരിയുടെ വിധി കൃത്യമായിട്ട് ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള വിധിയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള വിധി
ബാബയിലൂടെ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഭരണഘടന മാറ്റി ഇന്ത്യയിലെ പരമോന്നത കോടതികളില് RSSന്റെ ഭരണഘടനയാണോ നിലനിൽക്കുന്നത് എന്നുള്ള സംശയം ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്കുണ്ട്. അതിന് ചോദ്യമായി നിൽക്കുകയാണ് രാജ്യത്തിന്റെ ഭരണകൂടങ്ങള്, രാജ്യത്തിന്റെ ന്യായാധിപന്മാർ, നീതിപീഠത്തിന്റെ ആളുകള്, ജഡ്ജിമാർ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ ഭരണഘടന അടിസ്ഥാനപരമായിട്ടായിരിക്കണം വിധി പ്രസ്താവിക്കേണ്ടത്. വളരെ ഉത്തരവാദിത്വം പോലെയുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിന്റെ ഉന്നതമായ നീതിപീഠങ്ങൾ ഭരണഘടനാനുസൃതമായിട്ടാണ് വിധികൾ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷെ അങ്ങനെയാണോ? ഭരണഘടന മാറ്റി RSSന്റെ ഭരണഘടന വെച്ചു. വിചാരധാരയും മനസ്മൃതിയും ഒക്കെയാണ് ഇന്ന് നമ്മുടെ ന്യായാധിപന്മാരെ മുന്നോട്ട് നയിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾക്കെതിരെയുള്ള വ്യാപകമായിട്ടുള്ള വിദ്വേഷമായി നിലവിൽ ജഡ്ജിയായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി പറഞ്ഞത് തികഞ്ഞ വർഗീയമായിട്ടുള്ള പരാമർശമാണ്. ഇതിനെതിരെയൊന്നും നിലപാടുകൾ സ്വീകരിക്കുവാൻ രാജ്യത്ത് ആർജവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ലാതെ പോകുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക്, ഉജ്ജ്വലമായിട്ടുള്ള നീതി നിർവഹണത്തിന് ഈ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം. അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള, ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള സാമൂഹിക നീതിയില്, സോഷ്യൽ ഡെമോക്രസിയില് അധിഷ്ഠിതമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, രാജ്യം അതിന്റെ 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തില് നമ്മളെ സംബന്ധിച്ച് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ ജയിലറകളില് വിചാരണ പോലും നിഷേധിക്കപ്പെട്ട് കിടക്കുന്നത് 75% ജയിൽ പുള്ളികളാണ്. 100% ജയിൽ പുള്ളികളുണ്ട് എങ്കിലും അതിൽ 75%-ലധികം ജയിൽ പുള്ളികള്, ജയിലിലുള്ള ആളുകള് വിചാരണ പോലും കിട്ടാത്ത രീതിയിൽ ഈ രാജ്യത്തെ തടവറകളില്, ഈ രാജ്യത്തെ യുപിയിലാണ് ഏറ്റവും കൂടുതൽ വിചാരണ പോലും കിട്ടാത്ത ജയിൽ പുള്ളികള്, തടവുകാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായിട്ടുള്ള സംഗതികളല്ല ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ എഴുത്തുകാരെയും, എല്ലാ പൗരാവകാശ പ്രവർത്തകന്മാരെയും RSSന്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും നിയമവിരുദ്ധമായിട്ടുള്ള UAPയെ പോലെയുള്ള നിയമവിരുദ്ധ നിയമങ്ങൾ ചാർത്തിക്കൊണ്ട് രാജ്യത്തെ ജയിലറകളിലേക്ക് അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെ, അത്തരം സംഘടനകളെ, അത്തരം രാഷ്ട്രീയ പാർട്ടികളെ RSSന്റെ ടൂളുകൾ EDയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മറ്റുള്ള ഇൻകം ടാക്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എല്ലാവിധ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് RSSന്റെ എതിർശബ്ദങ്ങൾ, RSSനെതിരായിട്ടുള്ള എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്ഥിതി സമത്വം, എല്ലാവർക്കും തുല്യതയുള്ള ഒരു രാജ്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടുകൾ RSSനെതിരെ, CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ CPM ആണോ RSS ആണോ ഭരിക്കുന്നത് എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ടാണ് ഇടതുപക്ഷ പാർട്ടികൾ പോലും ഈ രാജ്യത്ത് ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യതയുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള സമരങ്ങളുമായി, പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ സമരത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്, ഈ അംബേദ്കർ സ്ക്വയറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് സോഷ്യൽ